എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ബയോ സ്ലറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ബയോ സ്ലറി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ചാണകവും പിണ്ണാക്കും മറ്റനുബന്ധ ചേരുവകളും ചേർത്ത് പുളിപ്പിച്ചെടുക്കുന്ന ലായനിയെയാണ് ടെക്നിക്കലി ബയോ സ്ലറി എന്ന് പറയുന്നത്. കർഷകർക്കറിയാം, ബയോ സ്ലറി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുരടിച്ച് നിൽക്കുന്ന വിളകൾ വരെ വളരെ കരുത്തോടുകൂടി വളർന്നു വരുന്നത് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ബയോ സ്ലറിയിൽ അല്ലെങ്കിൽ ഈ പുളിപ്പിച്ച ലായനിയിൽ ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട വളർച്ചാ ത്വരകങ്ങളടങ്ങിയ സൂക്ഷ്മാണുക്കൾ ധാരാളമായി അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിന്ന് ഒരു 100 ലിറ്റർ ഇത്തരത്തിലൊരു ലായനി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ബയോ സ്ലറി ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. നാടൻ പശുവിൻ്റെ പുതിയ ചാണകം 10 കിലോ, ഗോമൂത്രം 5 ലിറ്റർ, കടലപ്പിണ്ണാക്ക് 5 കിലോ, തേങ്ങാപ്പിണ്ണാക്ക് 5 കിലോ, ഉണ്ട ശർക്കര, ഒരു കറുപ്പ് നിറമുള്ള ഉണ്ട ശർക്കര 1.5 കിലോ. വെളുത്ത ശർക്കര ഒഴിവാക്കുക, കാരണം അതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് അഭികാമ്യം ഉണ്ട ശർക്കര തന്നെയാണ്. പാളയംകോടൻ അല്ലെങ്കിൽ മൈസൂർ പഴം നന്നായി പഴുത്തത് 10 എണ്ണം, ശീമക്കൊന്ന അതിൻ്റെ ഇല കൊത്തി അരിഞ്ഞത് 2 കിലോ. നമ്മുടെ കൃഷിയിടത്തിലെ നല്ല വളക്കൂറുള്ള ജൈവവളം ഉപയോഗിക്കാത്ത ജൈവാംശം കൂടുതലുള്ള 1 കിലോ മണ്ണ്. ഇതാണ് നമ്മുടെ ചേരുവകൾ. ഇനി നമുക്ക് വേണ്ടത് ഈ ചേരുവകൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് 200 ലിറ്റർ കൊള്ളുന്ന നല്ല അടപ്പുള്ള ഒരു ബാരൽ. അടപ്പ് വേണം. അതിന് കാരണം, അടപ്പില്ല അല്ലെങ്കിൽ ചേരാത്ത അടപ്പാണ് എങ്കിൽ അതിലൂടെ ഈച്ച അകത്ത് കിടന്ന് ഈ സ്ലറിയിൽ പുഴുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നന്നായി ചേരുന്ന ഒരു അടപ്പുള്ള ബാരൽ ആണ് നമുക്ക് വേണ്ടത്. ഈ 100 ലിറ്റർ ഉണ്ടാക്കുന്നതിന് നാം 200 ലിറ്ററിൻ്റെ ബാരൽ വേണമെന്ന് പറയുന്നത്, നമ്മൾ സ്ലറി ഉണ്ടാക്കി കഴിഞ്ഞൊരു 4-5 ദിവസം അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പതഞ്ഞ് പൊങ്ങി ചെറിയ പാത്രമാണെങ്കിൽ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് നാം 200 ലിറ്റർ കൊള്ളുന്ന ബാരലാണ് ഉത്തമമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടി യോജിപ്പിക്കാം. ബാരലിലേക്ക് ആദ്യം തന്നെ ഈ ചാണകം 10 കിലോ ആദ്യം ചേർക്കുക. 5 ലിറ്റർ ഗോമൂത്രം ഒഴിക്കുക. 5 കിലോ കടലപ്പിണ്ണാക്കും 5 കിലോ തേങ്ങാപ്പിണ്ണാക്കും കൂടി അതിലേക്ക് യോജിപ്പിക്കുക. തുടർന്ന് 1.5 കിലോ ഉണ്ട ശർക്കരയും മൈസൂർ പഴവും അതിൽ ചേർക്കുക. അതിന് പുറകെയായി കൊത്തി അരിഞ്ഞെടുത്ത ശീമക്കൊന്ന ഇലയും കൂടി അതിലിടുക. അതിനുശേഷം നാം നേരത്തെ എടുത്തു വെച്ച നമ്മുടെ കൃഷിയിടത്തിലെ വളക്കൂറുള്ള ആ 1 കിലോ മണ്ണ് കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് ആവശ്യമായ നമ്മുടെ 100 ലിറ്റർ വെള്ളം, ആ വെള്ളം ഒഴിച്ച് ഇതിനൊരു കമ്പ് ഉപയോഗിച്ച് ഇളക്കുക. കഴിയുന്നതും വലത്തോട്ട് ഇളക്കുന്നതാണ് അഭികാമ്യം. അങ്ങനെ നാം ആ 100 ലിറ്റർ വെള്ളം ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഇളക്കുകയും ചെയ്ത് നന്നായി ഇതിനെ ഇളക്കി. കട്ടി ആയിട്ടില്ല, കട്ടി തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിക്കുക. കട്ടി ആകാത്ത ഒരു പരുവത്തിൽ, ലൂസ് പരുവത്തിൽ, ലായനിയുടെ പരുവത്തിൽ അതായിക്കഴിഞ്ഞാൽ അതിനെ മൂടി വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ നാം ഈ അടപ്പ് തുറന്ന് നന്നായി കമ്പ് കൊണ്ട് ഇതുപോലെ തന്നെ നാം വലത്തോട്ട് ഇളക്കുക. വൈകുന്നേരവും ഇതുപോലെ നാം മൂടി തുറന്ന് ഇളക്കി അത് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഈ 14 ദിവസം ഇതേ പ്രക്രിയ കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞാൽ ഈ ലായനി നമുക്ക് ഉപയോഗത്തിന് സജ്ജമായിരിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറി. ഇനി നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലായനി നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ലായനി അരിച്ചെടുത്ത് 1 ലിറ്റർ ലായനിയിൽ 10 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് നാം ഉപയോഗിക്കേണ്ടത്. ആ കോൺസെൻട്രേഷൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയും നേർപ്പിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വിളകൾക്ക് ഒരുപക്ഷെ ഇലകൾക്ക് മഞ്ഞ നിറം വരാം, ചില വിളകളുടെ വേരുകൾക്ക് കേടുപാട് സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ബയോ സ്ലറി എന്ന് പറയുന്ന ഈ ലായനി
ചെടികൾക്ക് വളരെ ഉത്തമവും വളർച്ചയ്ക്ക് ഏറെ ഗുണപ്രദവുമാണെങ്കിലും അതിൻ്റെ ഗാഢത കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നേർപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസിഡിറ്റി ഉണ്ടാകുകയും ആ വിളകൾക്ക് മഞ്ഞളിപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു സസ്യ ആഹാരമാണ് ഈ ബയോസ്ലറി എന്ന് പറയുന്നത്. എല്ലാവർക്കും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഗുഡ് ബൈ.